എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ഫിജറയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നമ്മൾ ഫാമിലോട്ട് പോകാനായിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ചേട്ടൻ്റെ മറ്റേ ഫ്രണ്ടും കൂടെ അവിടെ ഫിജറയിൽ താമസിക്കുന്ന ഫ്രണ്ടിനെ വിളിക്കാൻ അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു. ആ സമയത്ത് രാഹുൽ അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കുവാണ്. അപ്പോൾ ഞാൻ അവനോട് ഹൊറിസോണ്ടലായിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇത് 2 വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നതിന് ശേഷം തന്നെ ഞങ്ങൾ കപ്പളങ്ങയൊക്കെ ഇവിടുന്ന് പൊട്ടിച്ചെടുക്കുവാണ്. പഴുത്ത് കിടക്കുന്നത് നല്ല അടിപൊളി കപ്പളങ്ങ ആയിരുന്നു. പഴുത്തതും എടുത്തു, പച്ചയും കുറച്ചെടുത്ത് ഫാമിൽ. അപ്പോൾ ഒത്തിരി ഈ ചൂട് കാരണം തേണ്ട വല്ലാതെ അങ്ങ് കപ്പളങ്ങ് പോകാറായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതേണ്ട ഞങ്ങൾ കപ്പളങ്ങ പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കുവാണ്. അപ്പം കുറേ പേര് അവിടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഫാം കാണാനായിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ. അപ്പോൾ കുറേ ആയും തോന്നുന്നു വെച്ചിട്ട്. ഇപ്പോൾ ചൂട് കാരണം ഇതിങ്ങനെ പോകാനായിട്ട് നിൽക്കും. കുറേയൊക്കെ പോയി നിൽക്കുന്നു, കുറച്ചൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് തോരൻ വെക്കാനുള്ള കുറച്ച് വാങ്ങിച്ചു. അതുപോലെ തന്നെ പഴുത്തതും കുറേ പൊട്ടിച്ചെടുത്ത്. അപ്പോൾ 1 കിലോയ്ക്ക് 5 ദിറംസാണ് അവർ പറയുന്നത്, 5 ദിറംസാണ് പറയുന്നത്. അപ്പോൾ എത്ര വേണേലും നമുക്ക് എടുക്കാം. നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളത് നോക്കി പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 3 പഴുത്തതും എടുത്ത് പിന്നെ ഒരു 3 പച്ചയും എടുത്ത് നമുക്ക് തോരനോ അല്ലെങ്കിൽ ചാറ് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ എണ്ണയൊക്കെ കണ്ട തലയെല്ലാം പോയി നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെ പോവാറായി നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. കുറേ എല്ലാവത്തെ കിടന്ന് തന്നെ പഴുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ബംഗാളികളാണ് നോക്കാനായിട്ട് നിൽക്കുമ്പോൾ 5-6 പേരുണ്ട്. പിന്നെ വേറെ കൃഷി എന്ന് പറയുന്നത് ഇവിടെ അത്തിയുണ്ട്. അത്തി കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ അത്തിപ്പഴമില്ലേ, അതിൻ്റെ ഞാനോർത്ത് അത് കണ്ടപ്പോൾ നാരങ്ങയാണെന്ന് ആദ്യം വിചാരിച്ചത്. അപ്പോൾ അതിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ അവിടെ ഞാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. നന്നായിട്ട് പഴുത്തതാണെങ്കിൽ കറചോ വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നന്നായിട്ട് പഴുത്തല്ലായിരുന്നു നമ്മൾ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതൊരു സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കേണ്ടത് കിലോയ്ക്ക് 40 ദിറംസ് അവർ പറയുന്നത്, 40 ദിറംസാണ് പറയുന്നത്. ഫ്രഷായിട്ടുള്ള അത്തിപ്പഴം അങ്ങനെ പറിച്ചെടുക്കുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. രാഹുൽ കഴിച്ചിട്ട് അവനും ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം പിന്നെ അത് വാങ്ങിക്കുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പപ്പായ വാങ്ങിച്ചു. ഈ ഫാമിൽ നിന്ന് പപ്പായയും പിന്നെ കുറച്ച് പേരയുടെയൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പേര 2-3 നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പേരയ്ക്കൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ പിന്നെ നിൽക്കുന്നത് വേണ്ട നാരങ്ങയാണ് നിൽക്കുന്നത്. ഒരുമാതിരി വലിയ നാരങ്ങയാണ്, ഇതേപോലത്തെ നാരങ്ങയാണേ. അത് കറി വെക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതോ വെള്ളം പിഴിയുന്നതാണെന്ന് തോന്നുന്നില്ല, കറി വെക്കുന്ന നാരങ്ങയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ കുറേ ചെടികളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അല്ലാതെ കുറേയൊക്കെ അവർ നട്ട് വരുന്നതേ ഉള്ളൂ. ഇനി തണുപ്പാകുമ്പോഴത്തേന് പിന്നെ 3-4 മാവൊക്കെ നിൽപ്പുണ്ട്. മാങ്ങയുടെ സീസണൊന്നും അല്ലല്ലോ, ജനുവരി ഡിസംബറൊക്കെ ആകും മാങ്ങയുടെ സീസണാകുമ്പം. മാങ്ങ അവിടെ ഒത്തിരി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. 2-3 മാവേ നിൽപ്പുള്ളൂ നിലവിൽ. അപ്പോൾ അവത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടല്ലേ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. പിന്നെ പപ്പായ കഴിഞ്ഞിട്ട് പിന്നെ അത്തിയാണ് അവിടെ ഉള്ളത്. ഇതാണ് ഇതേണ്ട അത്തിയുടെ മരവേ. അത് അവർ ഈ പഴുത്തത് നോക്കി ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇതേണ്ട പഴുത്തത് അത് ഇതൊക്കെയാണ്. അത് ഒരു കറ ചൊവയുണ്ട്. അത് നമ്മൾ പച്ചയ്ക്ക് പൊട്ടിച്ച് തിന്നുമ്പോഴത്തേന് നല്ല പഴുത്തതിന് ചൊവയില്ലെന്ന് പറയുന്നു. പക്ഷേ എനിക്കത്രയും എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അതും പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ അത്രയും വിലയാണ്, വില കൂടുതലാണ്, 40 ദിറംസാണ്. അപ്പോൾ അത് വാങ്ങിച്ചില്ല. അവിടെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് പപ്പായ അത്ര 40 ദിറംസിൻ്റെ അതുകൊണ്ട് നമ്മൾ പപ്പായ തന്നെ വാങ്ങിച്ചു എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്. പിന്നെ 5-6 പേരയ്ക്ക അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ പൊട്ടിച്ചെടുത്തേ. ഇതാണ് പേരയ്ക്ക. നല്ല നാട്ടിലെ പേരയ്ക്കയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. ചെറിയ പേരയ്ക്കയില്ലേ, അതിന് നല്ലൊരു മധുരവും ടേസ്റ്റും അല്ലേ. അത് ഞാൻ എങ്ങനെയോ തപ്പിപ്പിടിച്ചെടുത്തതാണ്. പക്ഷേ അത് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. 5-6 ഉള്ളായിരുന്നു. അതുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നു. പിന്നെ ഈ ഒരു 2-3 പേരയുണ്ട്. പിന്നെ അത് പേരയൊക്കെ ബഡ് ചെയ്യാനായിട്ട് അവർ കെട്ടിയൊക്കെ വെച്ചിട്ട് ഞാനോർത്ത് അത് പേരയ്ക്ക മൂടിയിട്ടിരിക്കുന്നതായിരിക്കും എന്ന്. പക്ഷേ അത് ബഡ് ചെയ്യാനായിട്ട് അവരെല്ലാം കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിരുന്നു ഈ പേരയ്ക്കയ്ക്ക്. പിന്നെ നല്ല വെയിലുമാണ്. മുഖത്തോട്ട് വെയിലടിച്ചിട്ട് ഒരു രക്ഷയില്ല, അതുപോലത്തെ വെയിലാണ് അവിടെ. അപ്പോൾ അതും പറിച്ചു കൊണ്ടുവന്ന് അതെല്ലാം തൂക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്നും പറഞ്ഞ് പോവുകയാണേ.
അടുത്ത സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് നമ്മൾ ഒരു ഈന്തപ്പനയുടെ ഫാമിലോട്ടാണ് പോകുന്നത്. നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ മാൻ്റെ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറിയാണ്. പക്ഷേ ലേഡീസും കൂടി ഉണ്ടെങ്കിൽ അവർ അകത്ത് കയറാനായിട്ട് സമ്മതിക്കും, ഇങ്ങോട്ട് കയറാനായിട്ട്. അപ്പം ഞങ്ങൾ വേണ്ട ഇവിടെ ഈന്തപ്പഴം ഉണക്കാനെടുത്തിരിക്കുന്നത് കയറുവാണ്. അവിടെ കയറി കുറച്ച് ഈന്തപ്പഴം വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ കയറുന്നത് നല്ലതുണ്ടെങ്കിൽ നമുക്ക് കൊലയോടെ നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ്. ഇത് കണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ ആടിന് കൊടുക്കാനുള്ള ഈന്തപ്പഴമാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്നുകൊണ്ട് കുറേ താഴെ നിന്ന് പറിക്കാവുന്ന വിധത്തിലുള്ള ഈന്തപ്പഴമൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. കൊലയോടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇവർ പൈസയൊന്നും വാങ്ങിക്കത്തില്ല. നമ്മൾ ചായ കുടിക്കാൻ പോലും പൈസ കൊടുത്ത് ഇവർ വാങ്ങിക്കത്തില്ലേ. അവിടെ അർബാവ് വഴക്ക് പറയുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ മേടിക്കാത്തത്. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് പോക്കറ്റിലൊക്കെ ഇട്ട് കൊടുത്താൽ അവർ വാങ്ങിക്കുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇവർ കൊടുക്കാൻ നോക്കിയിട്ടൊന്നും അവർ വാങ്ങിക്കത്തില്ലായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ ഓരോന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷേ അതൊക്കെ ഒന്നും കൊള്ളത്തില്ലായിരുന്നു, കൊള്ളുവരാത്തതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ ഫാമിലിയിൽ നിന്ന് ഒരു കൂട്ടർ ഇത് വെട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നല്ലതൊക്കെ തന്നു. അതൊക്കെ നമ്മൾ വാങ്ങിച്ചൊരു 4 കൊലയോളം നമ്മൾ വാങ്ങിച്ചായിരുന്നു. അത് യെല്ലോ കളറും ഉണ്ടായിരുന്നു, ഇതേപോലത്തെ കളറിലേ ഉണ്ടായിരുന്നു, പിന്നെ റെഡും ഉണ്ടായിരുന്നു. 2 ടൈപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ പറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലതാണ്, ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് അത്ര സുഖമില്ല, ചെറിയ സൈസാണ്. അത് ഇവർ ഉണക്കിയിട്ട് ഇനി ആടിനൊക്കെ കൊടുക്കത്തുള്ളൂ. കൊണ്ട് ഇതേപോലെ കറുത്തത് പറിച്ചെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഇത്രയും നാളിനോടിടയ്ക്ക് നമ്മളിങ്ങനെ ഈന്തപ്പഴം ഉണ്ടായി കിടക്കുന്ന കണ്ടിട്ടുള്ള, അല്ലാതെ നമ്മൾ ഇന്ന് വരെ ഒന്നും പറിച്ചൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പറിച്ചെടുക്കണത്. എന്നും ഞാൻ ചേട്ടനോട് നമുക്ക് പോയി പറിക്കാമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഇത് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. പക്ഷേ താഴെ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതാ റെഡ് കളറിലാണ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതും ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതും അത്രയൊരു ക്വാളിറ്റി ഉള്ളതല്ലായിരുന്നു. ഇതുപോലെ കറുത്ത് പഴുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വേനൽ കഴിയാറായല്ലോ. വേനൽ കഴിയാറാകുമ്പം ഇതിൻ്റെ സീസണും കഴിയും. നല്ല ചൂട് സമയത്താണ് ഇതുണ്ടാകുന്നതും പഴുക്കുന്നതും ഒക്കെ. പച്ചയ്ക്കൊരു കാറ ചവയുണ്ട്, ഒരു മധുരവും ഉണ്ട്, ഒരു കാറ ചവയുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം. പക്ഷേ ചേട്ടനും ഇവിടെ ഇഷ്ടമാണ് ഇത് കേട്ടോ. രാഹുലും കഴിച്ചില്ല, അവനും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പഴുത്തതാണ് എനിക്കിഷ്ടം. പഴുത്തത് പക്ഷേ നമ്മൾ ഉണക്കി കഴിക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല, ഇതിനില്ല കേട്ടോ. പിന്നെ വാങ്ങിച്ചതാണ് ഇതെല്ലാം വാങ്ങിച്ചാണ്. ഞാനത് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവർ പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് ഇത് നിൽക്ക്, നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത് നമ്മൾ 4 കൊല അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റെഡും 2 കൊല, അത് ഫ്രീ ആയിട്ട് അപ്പുറത്തെ ഫാമിൽ നിന്ന് തന്നതാണ്. അതിനുശേഷം ഞങ്ങൾ ബീച്ചിൽ വന്നു. ബീച്ചിൽ കുറേ നേരം നിന്ന് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ ഫുജറയിലുള്ള കുത്ഫ ഫാമിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ കാഴ്ചകളും ഇതെല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.